ഗൈസ് ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. നമ്മുടെ എംറു ബേബിയുടെ വാക്സിനേഷനാണ് ഇന്ന് 3.5 മാസത്തിൻ്റെ. അതെടുക്കാൻ വേണ്ടി പോവാണ്. രാവിലെ തന്നെ എണീറ്റതേ മുണ്ട കുളിപ്പിച്ച് കിടത്തിയിട്ടുണ്ട്. ഇപ്പം കമിഴ്ന്ന് കിടക്കാൻ തുടങ്ങിയത് കൊണ്ട് നേരെ കിടക്കത്തില്ല. എപ്പോൾ നോക്കിയാലും ഇങ്ങനെ തന്നെ കിടക്കും. കാരണം നാൻ വന്നു, എംറു മോന് നാൻ വന്നു. ചിരിച്ചേന്ന് ചിച്ചേന്ന് അല്ല ചിച്ചേ ചിച്ചേന്ന് ചിച്ചി എവിടെ ചിച്ച കണ്ടില്ല, ആരും കണ്ടില്ല. ചിച്ചേന്ന് ചിച്ചേന്ന് സബ്സ്ക്രൈബേഴ്സൊക്കെ കാണണ്ടേ. ചിച്ച് ചിരി കാണിച്ചേന്ന് ചിരി ചിച്ചേന്ന് കണ്ട. നാൻ വന്നു. ഞാൻ എണീറ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നതാണ്. ഇനി കുളിച്ചൊരുങ്ങി എംബ്രോമോനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പം ഇന്ന് എത്ര 2 കയ്യിലും 2 കാലിലൊക്കെ കുത്തിവെപ്പുണ്ട്. അപ്പോൾ അത് കാരണം ഇന്ന് വിഷയമായിരിക്കും. അപ്പോൾ ഇനി രാവിലെ ഞാൻ ഓട്ടം പോകുന്നതാണ്. അപ്പോൾ ഇന്ന് കുത്തിവെപ്പൊക്കെ കഴിഞ്ഞ് വന്നിട്ടേ ഞാൻ ഓട്ടം പോകുന്നുള്ളൂ. ഇനി എന്താകും അവസ്ഥയെന്ന് പറഞ്ഞുകൂടാ. അപ്പോൾ ഇന്നോട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ് ഇനി എൻ്റെ വീഡിയോ എല്ലാ ദിവസവും കാണും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇന്ന് 1-ാം തീയതിയല്ലേ, കുറേ നാളായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോ ഇടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ എനിക്ക് ഇനിയുള്ള വീഡിയോകൾ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ റെഡി ആയിട്ടൊക്കെ വരാം. ഓക്കെ. നമ്മുടെ എംറു ബേബി കമിഴ്ന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് 2 ദിവസമായിട്ടുള്ളൂ. ആ തുടങ്ങിയപ്പോൾ തൊട്ട് നേരെ കിടക്കാനായിട്ട്. ഹായ് ഗൈസ്, ദേ നമ്മുടെ എംറു ബേബി കമിഴ്ന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് 2 ദിവസമായിട്ടുള്ളൂ. ആദ്യമായിട്ട് കമിഴ്ന്ന് കിടക്കുന്ന അതിന്റെ ക്ലിപ്പ് നമ്മൾ ഇതിനകത്ത് ഇടാം. ഇപ്പൊ ദേ കമിഴ്ന്ന് കിടക്കുന്നുണ്ട്. കമിഴ്ന്ന് കിടക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് നേരെ കിടക്കത്തില്ല. ഇപ്പം നേരെ മൂടി കിടക്കുന്നതുകൊണ്ട് കരയുവാണ്. ഇപ്പൊ എന്തായാലും തിരിയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കറങ്ങി 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 കണ്ട കണ്ട. മുണ്ട കുളിപ്പിച്ച് കിടത്തിയതിന്റെ ദേഷ്യമാണ്. കണ്ട ചിച്ചേന്ന് ചിച്ചേന്ന് കായാണ്ട് ചിച്ചേന്ന് എല്ലാവരും കാണണ്ടേ. ചിച്ചേ അല്ല പരേ കുടിച്ചണ്ടേ, കുത്തിവെച്ചാൻ പോണ്ടേ, കുത്തിവെച്ചാൻ പോണ്ടേ. 2 കയ്യിലും 2 കാലിലൊക്കെ കുത്തിവെച്ചുണ്ടോ. എങ്ങോട്ടോ ഇങ്ങോട്ട് 2 കയ്യിലും 2 കാലിലൊക്കെ ഒന്ന് കുത്തിവെച്ചല്ലോ, കുത്തിവെച്ചല്ലോ. എന്താ നമ്മുടെ എംറു ബേബീനെ ഇന്ന് കുത്തിവെച്ചാൻ പോണ്. അന്നെ കുഞ്ഞിനെ കുത്തിവെച്ചത്തില്ലേ, കുത്തിവെച്ചത്തില്ലേ. ചിച്ചേന്ന് ചിച്ചേക ഇപ്പൊ തിരിഞ്ഞു പോണുണ്ടോ. കറങ്ങി കറങ്ങി ശുണ്ടി കാണണേ, ഷായിപ്പിന്റെ ശുണ്ടി കാണണേ. അപ്പതേ കുളിപ്പിക്കാനായിട്ട് എടുത്തോണ്ടും പോവുകയാണ്. മുണ്ടക്ക് ഉരിഞ്ഞു പോകാണ്ടിരുന്നത് കൊള്ളാം. കുപ്പിച്ചാൻ പോവാണ് ഇന്ന്. കുത്തിവെപ്പാണ് 3.5 മാസത്തിന്റെ കുത്തിവെപ്പ്. അപ്പൊ നമ്മള് കുപ്പിച്ചാൻ പോവാണ്. കുച്ചാനായിട്ട് റെഡിയായി കിടക്കുവാണ്. ചിച്ചേന്ന് കുപ്പിച്ചുമ്പോ ചിച്ചേന്ന് അല്ല ചിച്ചേന്ന് അല്ല. നല്ല സുഖമുണ്ടേ, വെള്ളം ഒഴിച്ചപ്പോ നല്ല സുഖമുണ്ടേ. അപ്പൊ നമ്മൾ ഈ കുളിപ്പിക്കാനായിട്ട് ഉടുപ്പൊന്നും ഇല്ലാണ്ട് കിടത്തിയിരിക്കുന്നത് എടുക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് മാത്രമാണ് ഇത് ഇങ്ങനെ എടുക്കുന്നത്. കൈ കൊണ്ട് നീ ഇടക്ക് കാണിച്ചു തരാം. ഓക്കെ. കണ്ട കുപ്പിക്കാൻ നേരത്തൊക്കെ മുമ്പ് ഭയങ്കര കരച്ചിലായിരുന്നു. ഇപ്പൊ നോക്കിക്കേ ബബിൾസ് ഒക്കെ ഇട്ട് ചിരിച്ചോണ്ട് നടക്കും. ചിച്ചൻ കൊള്ളാം. ഇങ്ങനെയുണ്ട് കണ്ട കമിഴ്ന്ന് നടക്കുക. ഇതൊരു രക്ഷയില്ല, ലംബാണ് ഭയങ്കര. ഇത് റെഡി ആയിട്ടൊക്കെ കാണിച്ചു തരാം. കുളിച്ചിട്ട് വരുന്നുണ്ടോ. രാജാവിന് വഴിയിരിക്കും. ബാബാ ബാ എംബ്രു ബേബി എംബ്രു ഇവാൻ ഇവാൻ ഇങ്ങോട്ട് നോക്കി. ഇപ്പോഴാണ് ക്യാമറ കണ്ടത്. ഇനി ഇങ്ങോട്ട് നോക്കിക്കോ. കുളിച്ച് സെറ്റായി ഇനി ഉടുപ്പൊക്കെ ഇട്ടിട്ട് പോകണം. തനിച്ചിന്നേ, എനിക്ക് തനിച്ചിന്ന് കുളിച്ച് വന്നപ്പോ തനിച്ചിന്നേ. കുളിച്ചു വന്നപ്പോ സന്തോഷം കണ്ടോ. കുളിച്ചു വന്നപ്പോ സന്തോഷം. ഹലോ ഏലമ്പാണ് കമിഴ്ന്ന് നടക്കാൻ തുടങ്ങിയപ്പോ തൊട്ടത് കണ്ടോ. കണ്ടോ കറങ്ങുന്നുണ്ടോ. ഓ ഓ ഓ ഓ ഓ ഓ. ഒരുങ്ങോ പുതിയാപ്പിള ഒരുങ്ങോ. ഫോൺ തന്നെ
അപ്പോൾ ഗൈസ് ദേ ഞാൻ കുളിച്ച് റെഡി ആയിട്ടൊക്കെ വന്നതാണ്. അപ്പോൾ ദേ ഗച്ച ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ കൊച്ചിനെ ഒരിക്കൽ അടിയിൽ കൊണ്ട് കിടത്തിയിട്ടുണ്ട്. അപ്പം നമ്മളെന്താ ഡ്രസ്സ് ചെയ്ത് അടിയിലോട്ട് പോവുകയാണ്. എന്നിട്ട് വേണം ഹോസ്പിറ്റലിൽ പോകാനായിട്ട്. താമസിച്ച് എണീറ്റ്, അതുകൊണ്ട് ഭയങ്കര ക്ഷീണം. ഓക്കെ, റെഡി ആയിട്ടൊക്കെ വരാം. ഞാൻ എൻ്റെ യൂണിഫോം ഇടുവാണ്. കാക്കി ആട്ട ഷർട്ട് എല്ലാ കടക്കൊക്കെ മോഡലിങ് ചെയ്യണമെങ്കിൽ വിളിച്ചാൽ മതി. വരും ഡ്രസ്സിൻ്റെ ഒക്കെ തന്നെ. Two rings, skull rings, Jecha rings. കൊച്ചിനെ കുത്തിവെക്കാൻ പോവാ. Clock കിട്ടുന്നു. Bracelet, perfume, actor, ക്യാപ്പൊക്കെ വെച്ചത് ഞാൻ വെയർ ചെയ്തിരിക്കുന്നതാണ്. എൻ്റെ യൂണിഫോം, ടു റിങ്സ്, ചെയിൻ, ക്ലോക്ക്. അപ്പോൾ എൻ്റെ പരിപാടി ചെയ്തിട്ടുണ്ട്. സ്ക്രാച്ച് ജീൻസൊക്കെ ഇട്ടിട്ട് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് കണക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് സമയം കിട്ടുന്നത് പോലെയൊന്നുമല്ല, എല്ലാ ദിവസവും ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട്, ഐഫോണൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ വേറൊന്നും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാവരും കാണുക. ഇന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു വ്ളോഗാണ്. എനിക്ക് ചെറിയൊരു ചുമയുണ്ട്, ഇപ്പോൾ കുറവുണ്ട്, മാറട്ടെ. എല്ലാവരും ദുആ ചെയ്യുക. അപ്പം നമുക്ക് ഇനി ഞാൻ ഫുഡൊക്കെ കഴിക്കാൻ പോകണം, അത് കാണിച്ചു. കുറച്ചുകൂടെ പ്രാഗ് അവരത്തില്ല. അപ്പം എല്ലാവരും അതാ മനസ്സിലാണ്ടവർക്ക് മനസ്സിലായി കാണും. നന്നായിട്ടിരുന്ന് പ്രാഗുക. അപ്പം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലോട്ട് പോകുന്ന കാഴ്ചകളും പിന്നെ ഇന്ന് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്, ഫോട്ടോ ലൈഫൊക്കെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കിഴങ്ങേറി ഉപ്പുമാവ് കഴിക്കാൻ മസാലയൊക്കെ ഇട്ട് കിഴങ്ങറി, അതൊന്നും നല്ല ടേസ്റ്റാണ്. ഞാൻ കഴിക്കുന്നതാണ്. ഇപ്പം നമ്മൾ ഉപ്പുമാവും കിഴങ്ങറിയും കൂടെ കഴിക്കുകയാണ്. കണ്ടോ, നമുക്കൊരു ഉരുള എടുത്തിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവും സ്വർണ്ണക്കടയിലെ ചായ കഴിച്ചിട്ട് വരാം. അൽഹംദുലില്ലാ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നല്ലൊരു ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിനി നേരെ ഹോസ്പിറ്റലിലോട്ട് പോകുകയാണ്. നല്ല സൂപ്പർ രാവിലെ തന്നെ നല്ലൊരു അടിപൊളി ചായ കുടിച്ചാൽ അന്നത്തെ ദിവസം ഉഷാറായി. അതേപോലെ തന്നെ നമ്മൾ രാവിലെ തന്നെ നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ രാവിലെ 6 മണി 6:30 മണിക്കൊക്കെ ഞാൻ പോകണതാണ്. അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതുകൊണ്ട് മാത്രം ഇച്ചിരി താമസിച്ച്, ഇല്ലെങ്കിൽ ഇടയ്ക്ക് ഇങ്ങോട്ട് വരേണ്ടി വരും. ഇനി കുത്തി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ വൈകിട്ടേ വരത്തുള്ളൂ. ചിലപ്പം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് വരും. അതെന്തായാലും വഴിയെ കാണിച്ചു തരാം. അത് കുളിച്ചൊരുങ്ങിയിട്ട് ആള് കുത്തിവെക്കാൻ പോകണം എന്നപ്പോൾ കിടന്ന് ഉറങ്ങി വെച്ചത്. തിരിയാണ്ടും മറിയാണ്ടും ഇരിക്കാൻ 2 സൈഡിൽ തലങ്ങണിയൊക്കെ വെച്ചിട്ട് അടുത്തേക്ക് പോകും. പാല് കുടിച്ചുണ്ട്. പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എടുത്തോ. അപ്പോൾ അത് എടുത്ത് കൊണ്ടുപോകുന്നതാണ്. ഇപ്പോൾ കണ്ണ് ഉറപ്പുണ്ടായി. അതേ നമ്മുടെ നമ്മൾ ബെൻസിലാണ് ഇത് പോകുന്നത്. ഫോർച്യൂണർ അപ്പുറത്ത് ഒതുക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ബെൻസിൽ പോകാൻ നിർത്തി. വെയിലൊക്കെ ആയതുകൊണ്ട് ഈ ഗുണ്ടുമണിനെയും കൊണ്ട് വെയിലത്ത് പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല. പിന്നെ തിരിച്ചു വരുമ്പോൾ അവസ്ഥയും പറയാൻ പറ്റത്തില്ല. ഇനി ബൈക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഡ്യൂക്ക് ഇവിടെ ഇരിപ്പുണ്ട്. ഡ്യൂക്ക് എടുക്കുന്നില്ല നമ്മൾ തൽക്കാലത്തേക്ക്. നമ്മൾ ബെൻസിൽ പോകാൻ നിർത്തും. അപ്പോൾ ഞാൻ ബെൻസ് എന്തായാലും എടുക്കും. അത് ഈ ഒരു ബുക്ക് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. നോക്കിയാ മാതൃശിശു സംരക്ഷണ കാർഡ് കണ്ടോ, ഒരു ബുക്ക് മാത്രം മതി നമുക്ക്. 1, 2, 3 ഒക്കെ കുത്തിവെപ്പ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അറിയത്തില്ല എന്താ സംഭവം എന്ന്. പക്ഷെ ഭയങ്കര കാവട് തുള്ളിയാണല്ലോ പോണത്. ഇനി ഇങ്ങോട്ട് എങ്ങനെയാ വരുന്നതെന്നൊരു പേടിയാവും. അപ്പോൾ കേറട്ടെ ഞാനങ്ങോട്ട്.
ഇത് ബേബി കിടക്കുകയാണ്. കണ്ട ബേബി ഹാപ്പി, നമ്മൾ ഹാപ്പി. ഒരു ദിവസം എന്തായാലും കിട്ടുമല്ലോ. ഹായ്. അപ്പം നമ്മൾ നേരെ കൊച്ചിനെ വീട്ടിലേക്ക് ആക്കിയതിന് ശേഷം നമ്മൾ ഒരു സ്ഥലം വരെ പോവുകയാണ്. ഒരു ചെറിയൊരു യാത്ര. അപ്പോൾ കുറച്ച് സാധനങ്ങൾ ഒരു സ്ഥലത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് തൊടുപുഴയിലേക്കാണ്. തൊടുപുഴയിൽ പോയി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ മൂവാറ്റുപുഴ പോകണം. അപ്പം അത് കഴിഞ്ഞിട്ട് നേരെ പെരുമ്പാവൂർ പോകണം. അങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആദ്യം പോകുന്നത് നമ്മൾ തൊടുപുഴയാണ്. അവിടെ ഇനി കുറേ സാധനങ്ങളൊക്കെ അവിടെ ഏൽപ്പിക്കാനുണ്ട്. അപ്പോൾ അതിന് പോകണം. ഷിയ ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ഈ ഒരു യാത്ര. അതേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പെട്രോളൊക്കെ അടിച്ച് നേരെ മറ്റേ ഇലക്ഷനെ കുറിച്ച് ഫുഡ് മൂവാറ്റുപുഴയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തൊടുപുഴയിൽ സാധനം ഇറക്കിയിട്ടുണ്ട്. ഇനി മൂവാറ്റുപുഴയിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഒരു ചെറിയ ഷോട്ട് കാണിച്ചില്ലായിരുന്നു. ഞങ്ങൾ നേരത്തെ 2 പഴം വെള്ളവും ഒക്കെ വാങ്ങിച്ചായിരുന്നു. പെരുമ്പാവൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. പെരുമ്പാവൂർ പാർട്ടി ഓഫീസിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം നമ്മൾ നേരെ ആലപ്പുഴയിലേക്ക് പോകും. പെട്രോൾ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അത് പോയി കൊണ്ടാണ് പോയത്.
ഉണ്ടായിരുന്നു. എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വണ്ടി ഓടിച്ച ആള് ക്ഷീണിതയായിട്ട് വരുന്നുണ്ട്. ഞാനായിട്ട് എൻ്റെ യമുനാറാനിയുടെ ആ സാധനം കാണിച്ച ഫോണൊക്കെ പൊക്കി പിടിച്ച് iPhone 17 Pro ഒക്കെ ആയിരുന്നു. അപ്പോൾ അകത്തോട്ട് കയറി എന്തെങ്കിലും കഴിക്കുന്നതൊക്കെ കാണിച്ചിട്ട് അപ്പോൾ അത് കടയിലൊക്കെ കയറിയിട്ട് കട്ട ഷോ ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളന്ന് പിന്നെ ലുലു മാളിൽ പോയപ്പോൾ വന്നായിരുന്നു തേനീച്ച. നല്ല അടിപൊളി ബീഫ് ഫ്രൈയും നമ്മൾ പോയപ്പോൾ അടിപൊളിയായിരുന്നു. ചായ ഇട്ടില്ല. അപ്പോൾ ഇന്ന് ചായ കൂടെ കുടിച്ചിട്ടാണ് കൊണ്ടുവരട്ടെ. എൻ്റെ കോലം കണ്ടോ നല്ല അടിച്ചെടുത്ത ചൂട് പൊറോട്ട, അടിപൊളി ബീഫ് ഫ്രൈയും ബീഫ് കറിയും. അടിപൊളി നായകൻ്റെ അല്ലേ കാണാനുള്ളത്. ബീഫ് കറിയുടെ ഒരു പീസും ഫ്രൈയുടെ ഒരു പീസ്, സലാഡ്. കഴിച്ചിട്ട് അപ്പോൾ നമ്മളെല്ലാം കഴിച്ചു. 10 മതി. ഇങ്ങനെയുണ്ടായിരുന്നു. സൂപ്പറാണ് കേട്ടോ. ഈ NH കയറാത്തവരും കയറി കഴിക്കണം. നല്ല അടിപൊളി പൊറോട്ട, നല്ല അടിപൊളി ചായ, നല്ല അടിപൊളി ബീഫ് ഫ്രൈ, അടിപൊളി ബീഫ് കറി. ചായയും കൂടെ കുടിക്കാൻ പരിപാടി എനിക്ക് പുറത്തോട്ട് ഇറങ്ങിയിട്ട് കാണിച്ചു. നമ്മളെ വണ്ടിക്കൂടെ കിടക്കുന്നത് ഭയങ്കര ഇതൊക്കെ കഴിച്ച് തളർന്നു. നമ്മുടെ NHലാണ്, നമ്മുടെ കുറവൂരുള്ള NHലാണ്. നല്ല നല്ല അടിപൊളി ഫുഡാണ്. സൂപ്പർ. എല്ലാവരും ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്. നമ്മൾ നേരെ വണ്ടി വീണ്ടും യാത്ര ഇരിക്കുകയാണ് ഗൈസ്. പോട്ടെ ഗൈസ്, നമ്മൾ അവസാനം ആലപ്പുഴ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ആലപ്പുഴ ഏക്കാൻ നമ്പർക്ക് സ്ഥലം. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മളെ നെറ്റി ഡോറിനകത്ത് വയ്യ ചായ കുടിച്ചിട്ട് വരാം. കോലം കണ്ടില്ലേ? വീട്ടിൽ പോയി ഫ്രഷ് ആയിട്ടൊക്കെ ഇറങ്ങി. ടയർഡാണ്. ഐ ആം ടയർഡ്. ചായ കുടിക്കട്ടെ. കടയിലൊന്നും എനിക്ക് അടിയൊക്കെ തീർന്നു. ചായ പറഞ്ഞു ചായ എടുക്കണ്ടിരിക്കും. ചായ എടുക്കട്ടെ അല്ലേ? ചായ എടുത്തിട്ട് ചായ കുടിച്ചിട്ട് ചായ ഇട്ടു. കണ്ടോ ഓടി തളർന്നു എൻ്റെ കോലമാണ് ഈ കാണുന്നത്. ഞാൻ ഇങ്ങനെയൊന്നുമല്ല, ഭയങ്കര ഗ്ലാമറാണ്. ഇവളിങ്ങനെയാണ്, ഇവളുടെ ഒറിജിനൽ കളർ. എൻ്റെ കളർ ഇങ്ങനെയൊന്നുമല്ല ഗൈസ്. നല്ല വെളുത്തിരിക്കുന്ന ഒരുത്തനാണ്. ഇതിപ്പോൾ കണ്ട ചായ നമുക്ക് സ്ഥിരം ഇടുന്ന് ചായ കുടിച്ചില്ലെങ്കിൽ എന്തോ പോലെയാണ്. അതുകൊണ്ടാണ് ചായ കുടിക്കാൻ പറ്റും. അങ്ങനെ ഗൈസ് ഫൈനലി നമ്മൾ വീടെത്തിയിരിക്കുകയാണ്. ശരിക്കും തളർന്നു ഒത്തിപ്പോയിരിക്കുകയാണ്. രാവിലെ ഇറങ്ങിയിട്ട് ഇപ്പോഴാണ് വരുന്നത്. വണ്ടി ഒതുക്കി നേരെ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് ഇറങ്ങണം. അയ്യ ശരിക്കും ടയറായി. ചായയും കുടിച്ചിട്ട് നേരെ വീട്ടിൽ വന്ന് ഇനി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഒന്നും കൂടി ഇറങ്ങും. അപ്പോൾ കാണിച്ചു തരാം. നമ്മൾ വീട്ടിലൊക്കെ അടിച്ചിരിക്കുകയാണ്. കണ്ട തളർന്ന് കുത്തിയത് വയ്യാത്തിയമ്മണല്ലേ? തളർന്ന് പണ്ടാര അല്ല. ഞാൻ അടിയിൽ നിന്ന് വീഡിയോ എടുത്ത് വണ്ടിയൊക്കെ ഒതുക്കിയിട്ടത്. ഇനി നമുക്കൊന്നും കൂടെ കുളിച്ചിട്ടിറങ്ങാം. കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ വരാം. ബൈ ബൈ. അതേ ഗൈസ്, ഓട്ടോ ഒക്കെ പോയി വന്ന് കുളിച്ച് ഫ്രഷായിട്ട് ഇനിയുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി വെള്ളം എടുക്കണം. കുറച്ച് കുടിക്കുന്ന RO പ്ലാന്റിൽ പോയി വെള്ളം എടുത്തിട്ട് വരണം. അതിനുവേണ്ടി ജച്ചാടിയിലോട്ട് പോയി സെറ്റാക്കാൻ ജാറൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടി പോയി. ഞാനെന്തേ കുളിച്ച് ഫ്രഷായി സെറ്റായിട്ട് ഇറങ്ങുകയാണ്. തളർന്നു കഴിഞ്ഞ തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ഡാർക്ക് സീനായിട്ട് ബേബി താഴത്തെ കിടന്ന് ഉറങ്ങുകയാണ്. കുഴപ്പമില്ല. അപ്പം നമ്മൾ പോയി വെള്ളമൊക്കെ എടുത്തിട്ട് വരാം കേട്ടോ. ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു, കുത്തിയിട്ടേക്ക് വരും. അപ്പോൾ വെള്ളം എടുക്കാനായിട്ട് പോകട്ടോ. വന്നു കഴിഞ്ഞു കാര്യം ഞങ്ങൾക്ക് കുടിക്കുന്നു ഈ വെള്ളം. പോകാണ് നമ്മൾ, പോകാണ് കുടിവെള്ളം എടുക്കാൻ പോകാണ്. വെള്ളമൊക്കെ ഫ്രഷായി അപ്പോഴാണ് സമ്മതം.
നമുക്ക് വേണ്ടി ഗൈസ്. അപ്പം നമ്മൾ വെള്ളമൊക്കെ എടുത്ത് നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അതെ, വെള്ളമൊക്കെ എടുക്കുന്ന വീഡിയോ എടുത്തില്ലേ? വെള്ളം എടുക്കുന്നതല്ല, അല്ലാത്ത. അപ്പം നമ്മൾ നേരെ വീട്ടിലോട്ട് പോയിട്ട് ഇനി മറക്കിടന്ന് ഉറങ്ങുക. ഇന്ന് വയ്യാത്തവണ ഐ ആം ടയേർഡ്, നല്ല ടയേർഡാണ്. ചിരിക്കുന്നു. വീഡിയോ എടുക്കുക. ചിരിക്കുന്നു. ഉറങ്ങും വേണ്ട, ഉറക്കാൻ പോവുക. കള്ളച്ചിക്കൻ എവിടെയായിരുന്നു? കാണണ്ടേ എന്നെ പപ്പാനെ? എവിടെയാണ് ചിച്ചന്ന്? പോടെ കല്ലാന്ന്. ചിച്ചുവാണോ കളിയാണോ? ആ പോട്ട് എന്റെ എടുക്കണേ. നമ്മളെ കാണാൻ സങ്കടം ഇല്ലേ കാണാത്തേന്? എന്റെ ചിച്ചുവാണോ? കൂടെ കല്ല ചെക്ക. അത് ചിച്ചുവാണോ? അപ്പൊ കരയും ചിരിക്കൊക്കെ തീരെ വയ്യാത്തിയെന്ന് കഴിഞ്ഞാൽ കൊച്ചുമായിട്ട് കുറച്ചു നേരം കളിക്കണം. ഇനി കുറെ നേരം കളിച്ച് നമ്മള് കളിച്ചിട്ടൊക്കെ കിടന്ന് ഉറങ്ങും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി രാവിലെ വേറെ വീഡിയോ എടുക്കും. ഇന്നത്തെ ദിവസം നിങ്ങളെല്ലാവരും കണ്ടല്ലോ, നമ്മള് ചെറിയൊരു ഓട്ടത്തിലായിരുന്നു. ജച്ചാൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കറക്കത്തിലായിരുന്നു. ഒരു എന്റർടൈൻമെന്റ്. നമ്മൾ രണ്ടും കൂടെ പോയപ്പോൾ അതൊരു ട്രിപ്പായിരുന്നു. നമുക്ക് അടിച്ചു പൊളിച്ച് കറങ്ങിയിട്ടൊക്കെ വന്ന് പിന്നെ നമ്മള് NH കയറി പൊറോട്ടയും ബീഫൊക്കെ കഴിച്ച് പിന്നെ വൈകിട്ട് വന്നിട്ട് പോയി ചായ കുടിച്ച് ഇപ്പൊ വെള്ളമൊക്കെ എടുത്തിട്ട് വന്നതാണ്. വേറെ ഒന്നും കഴിക്കാനുള്ള മൂടില്ല, വെള്ളം കൂടി മാത്രം. ചൂടായതുകൊണ്ട് വേറെ ഫുഡൊന്നും കഴിക്കാനുള്ള ഇതില്ല. ഇപ്പൊ കൊച്ചിനെ കാണാൻ വേണ്ടി നമ്മൾ രണ്ടും കൂടെ ഓടി വന്നെയാണ്. ഉറക്കത്തിൽ നിന്ന് പൊക്കി എടുത്തിട്ട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ചെക്കാണ്. ചിരിക്കുന്നുണ്ട്, ഉറക്കത്തിന്റെ മുടി കരയുന്നുണ്ട്. അപ്പം കുറച്ചു നേരം കളിപ്പിച്ചിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് ഇവിടെ വന്നേ. കറക്കമെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ബേബിയാണ്, MG ബേബിനെയും കൂടി കാണിക്കാം. MG ബേബിയും ഉണ്ട്. അപ്പം നമ്മൾ പിന്നെ കിടക്കാൻ പോവുകയാണ്. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടയർഡാണ്. അതിന് കഴിഞ്ഞാൽ ഒടുങ്ങിയിരിക്കുകയാണ്. ഇത്ര നല്ല അത്യാവശ്യം ജച്ചാക്ക് കുറേ വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട്, എനിക്ക് എൻ്റെ വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ദിവസത്തെയും ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നതായിരിക്കും. ഫോണില്ലായിരുന്നു, അപ്പം ഫോണിൻ്റെ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യില്ല. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. സൈഡിൽ കാണുന്ന ബെല്ലൈക്കണമെന്നും ടൊക്കെന്നും പറഞ്ഞ് അടിച്ച് പൊട്ടിക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വലിയ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൂഡ് ശരിയല്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.